നമസ്കാരം. കവിതയുടെ മാന്ത്രിക സൗന്ദര്യം മലയാളിയുടെ നാവിൻ തുമ്പിലെത്തിച്ച് മാമ്പഴത്തിന്റെ മറ്റൊരു ഘട്ടം ആരംഭിക്കുകയാണ്. വൈവിധ്യമാർന്ന വർണ്ണപ്പകിട്ടോടുകൂടി എത്തുന്ന മാമ്പഴം 10ന്റെ രണ്ടാം ഘട്ട മത്സരങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. നാടോടി ചൊൽവഴക്കമുള്ള കവിതകളോടൊപ്പം മരണം, വിപ്ലവം, യുഗ്മം എന്നിവയും ഈ ഘട്ടത്തിൽ കവിതകൾക്ക് വിഷയമാകുന്നു. മാമ്പഴം 10ന്റെ ഈ രണ്ടാം ഘട്ട മത്സരങ്ങളിലേക്ക് ബഹുമാനപൂർവ്വം നമ്മുടെ വിധികർത്താക്കളെ സ്വാഗതം ചെയ്യുന്നു. ആലങ്കോട് ലീലാകൃഷ്ണൻ സർ, മുരുകൻ കാട്ടാക്കട സർ. മാമ്പഴത്തിന്റെ ഈ ഘട്ട മത്സരങ്ങളിലേക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കുന്ന കലാകാരന്മാരെ സ്വാഗതം ചെയ്യുകയാണ്. കീബോർഡ് ശ്രീ മനോജ്, പുല്ലാങ്കുഴൽ ശ്രീ വരുൺ, റിഥം കമ്പോസർ ശ്രീ ജോയ്, ഇടയ്ക്ക ശ്രീ ജ്യോതിദാസ്. ഈ അധ്യായത്തിലെ ആദ്യ മത്സരാർത്ഥിയെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാടോടി ചൊൽവഴക്കമുള്ള കവിതയുമായി നമുക്ക് മുമ്പിലെത്തുന്നു ശാംഭവി. ശാംഭവി, മാമ്പഴം 10ന്റെ ആദ്യ ഘട്ടത്തിൽ വളരെ നന്നായി മാറ്റുരച്ചതിന്റെ ആത്മവിശ്വാസത്തോടു കൂടി എത്തിയിരിക്കുകയാണ് അല്ലെ അടുത്ത ഘട്ടത്തിനായി. ഇപ്പോ ഇന്ന് ഏത് കവിതയാണ് ചൊല്ലുന്നത്? ഞാൻ ONV കുറുപ്പിന്റെ പഴയൊരു പാട്ട് എന്ന കവിത. നന്നായി ചൊല്ലാൻ സാധിക്കട്ടെ. നാടോ വേണാടോ വള്ളുവനാടോ വയനാടോ ഏതു നാടാണെന്നതോർമ്മയില്ല, ഏറെ നാടായാലും വേണ്ടില്ല. ആ നല്ല നാട്ടിലൊരാറുണ്ട്, ആ നല്ല നാട്ടിലൊരാറുണ്ട്, ആതിരക്കുളിരുള്ളൊരാറുണ്ട്, ആറ്റിന്റെ തീരത്തൊരാളുണ്ട്, ആലിനടുത്തൊരു കോവിലുണ്ട്. കോവിലിൻ ചാരത്തെ നാലുകെട്ടിൽ പൂവു പോലുള്ളൊരു പെണ്ണുണ്ട്. ശിവോതി എന്നോ ചിന്നമ്മുവെന്നോ ശീലാവതി എന്നോ ചിരുത എന്നോ പെണ്ണിന്റെ പേരെന്തെന്നോർമ്മയില്ല. പെണ്ണിന്റെ പേരെന്തെന്നോർമ്മയില്ല, പേരെന്താണെങ്കിലും പെണ്ണു തന്നെ. ഏ
ഉമ്മറത്തിന്നയ്ക്കും ഉള്ളൊന്നലിഞ്ഞു പോയി. ഉമ്മറത്തിന്നയ്ക്കും ഉള്ളൊന്നലിഞ്ഞു പോയി. രണ്ടാം ഘട്ട മത്സരത്തിലെ ആദ്യത്തെ കവിത തന്നെ വളരെ നന്നായി ചൊല്ലിക്കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് വിധികർത്താക്കൾ എന്ത് അഭിപ്രായം പറയുന്നു എന്നറിയാം. ലീലാകൃഷ്ണൻ സർ. ശംഭവി സർ, അതിമനോഹരമായിട്ട് കവിത ചൊല്ലി. നന്ദി സർ. ഈ കവിതയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും മനോഹരമായ ഈണം. ഇത് ONV സാറ് പഴയ കേരളത്തിൻ്റെ ഒരു ഗ്രാമീണ ഗാന സംസ്കാരത്തെ മുഴുവൻ ഉൾക്കൊണ്ടെഴുതിയ ഒരു കവിതയാണ്. വെട്ടത്തുനാടോ, വേണാടോ, വള്ളുവനാടോ, വയനാടോ, ഏറനാടോ, കോട്ടയം നാടോ, കടത്തനാടോ, പോർലാതിരി നാടോ, ഏത് നാടായാലും വേണ്ടില്ല, ആ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കഥയാണ്. ആ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന ഒരു നാട്ടുപ്രണയത്തിൻ്റെ കഥയാണ്, ഒരു നാട്ടോർമ്മയാണ്, ഒരു നാട്ടീണമാണ്. അപ്പോൾ ഈ നാട്ടോർമ്മയുടെ കഥ പറയുമ്പോൾ അതിന് വേണ്ട ഒരു ഈണം ഒരു നാട്ടീണം തന്നെയാണ്. നാട്ടിൻ്റെ ഒരു സംസ്കാരം, കേരളീയത എന്ന് നമ്മൾ പറയുന്ന ഇന്ന് മറന്നുപോയ കേരളീയ ഗ്രാമീണതയുടെ ഈണങ്ങളെ ചേർത്ത് വെച്ച് അതിന് പറ്റിയൊരു അന്തരീക്ഷം 3-4 ഈണത്തിൽ ചൊല്ലി. പാണനെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് വടക്കൻ പാട്ടിൻ്റെ ഒരു ഈണം അല്ലേ? തച്ചോളില്ലോ മന കുഞ്ഞോദേനൻ ആചാരത്തോടെ അടക്കത്തോടെ ചിത്തിരത്തൂണുമോളിഞ്ഞു നിന്നു മോതിര കൈയോടെ വായും പൊത്തി. ആ ഒരു ഈണം ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ മനോഹരമായിട്ടാണ്, ഒരു തരത്തിലുള്ള പിഴവുമില്ലാതെ ചൊല്ലി. ഒരു സ്ഥലത്ത് കാരണോർ തൻ ഏകപുത്രനല്ലോ, അതവിടെ ആ ചൊല്ലലിൽ ഏകപുത്രൻ എന്നുള്ളത് വരാതെ പോയി. കാരണോർ തൻ ഏകപുത്രനല്ലോ എന്ന് പറയുമ്പോൾ ഏകപുത്രനല്ലോ എന്നുള്ള ഊന്നൽ, അതൊരു ഊന്നലാണ്, കാരണവരുടെ ഏകപുത്രനാണ് എന്നുള്ളത്. അതുപോലെ മറ്റൊരു സ്ഥലത്ത് മനോഹരമാവുകയും ചെയ്തു. കാഴ്ച കണ്ട് ഉമ്മറത്തിണ്ണ, അവിടെ കാഴ്ച കണ്ട് എന്ന് മുറിച്ച് താളം പോകാതെ ഉമ്മറത്തിണ്ണയ്ക്കും ഉള്ളം അലിഞ്ഞു പോയി എന്ന് ചൊല്ലി. മനോഹരമായി. അഭിനന്ദനം. നന്ദി സർ. മുരുകൻ സർ. വെട്ടത്തുനാടോ വേണാടോ. മോളെ നാട് എവിടെയാണ്? ചാലക്കുടി, കുറ്റിച്ചിറാന്ന്. ചാലക്കുടിയാണ്. ചാലക്കുടി ഈ പാരമ്പര്യ സമൃദ്ധിയുടെ ഒരു നാടാണല്ലോ. തീർച്ചയായും കേരളത്തിലെ ഈ നാടൻ പാട്ടുകളെ മനോഹരമായി സാധാരണക്കാരൻ്റെ ഹൃദയത്തിൽ എത്തിച്ച മഹാനായ ഒരു കലാകാരൻ ചാലക്കുടിക്കാരനാണല്ലോ അല്ലേ? കലാഭവൻ മണി നന്നായിട്ട് ആലപിച്ചു, മനോഹരമായി കേട്ടോ. എനിക്കിത് കേട്ടിരുന്ന പിന്നെ ഒരു കാര്യമുള്ളത്, കുറച്ചുകൂടെ മോളെ ഒരു ശബ്ദത്തിൻ്റെ രീതി, ഒരു കൾച്ചർ എന്ന് പറയുന്നത് ഇത്തരം കവിതകൾക്ക് വളരെ ഭംഗിയായി ഇണങ്ങുന്നതാണ്. കുറച്ചുകൂടെ ഒരു ഊർജം വേണമെങ്കിൽ, നല്ല ഊർജ്ജം ഉണ്ടായിരുന്നു, പക്ഷെ മോളുടെ രീതി അനുസരിച്ച് എനർജി കുറച്ചുകൂടെ കൂടാമായിരുന്നു എന്ന് ചൊല്ലി വരുമ്പോൾ തോന്നി. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള യാത്ര വളരെ മനോഹരം ആയി. അപ്പോൾ ഇത് ബോധപൂർവം തിരഞ്ഞെടുത്തതാണോ? മോള് തന്നെ തിരഞ്ഞെടുത്തതാണോ? ഇല്ല, എൻ്റെ ഗുരുനാഥനാണ് തിരഞ്ഞെടുത്തത്. ആരാണ്? സുരേഷ് മാഷാണ്. ശരി, അദ്ദേഹം തന്നെയാണ് ഈ തരത്തിലുള്ള കയറ്റിറക്കങ്ങൾക്ക് ഇടയാക്കി തന്നതും അല്ലേ? തീർച്ചയായും അദ്ദേഹം അഭിനന്ദനം അർഹിക്കുന്നു. കാരണം മോളുടെ ശബ്ദം ഇതിന് പറ്റിയതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി കേട്ടോ. ശരി, എല്ലാ ആശംസയും. മാർക്ക് എത്രയാണെന്ന് അറിയാം ശാംഭവി. ലീലാകൃഷ്ണൻ സർ. ശാംഭവിക്ക് 50-ൽ 46. മുരുകൻ സർ. 50-ൽ 47. ശാംഭവി ഒരു നാടോടി പെൺകുട്ടിയായി ഇവിടെ വന്ന് നിന്ന് നാടോടി ചൊൽവഴക്കമുള്ള കവിത ചൊല്ലിക്കഴിഞ്ഞപ്പോൾ 100-ൽ 93 മാർക്ക് ലഭിച്ചു. അഭിനന്ദനങ്ങൾ.